ഡേറ്റ അനാലിസിസ് പഠിച്ചു കഴിഞ്ഞ് കേരളത്തിൽ ജോലിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? ഫ്രഷേഴ്സിന് ഇവിടെ വേക്കൻസീസ് ഇല്ല എന്നുള്ള സംശയം നിങ്ങൾക്കും ഉണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ ഡേറ്റ അനാലിസിസ് ജോബ് മാർക്കറ്റിനെ പറ്റിയിട്ടാണ്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മൈ നെയിം ഇസ് തീർത്ഥ. ഞാനൊരു ട്രെയിനിങ് സ്പെഷ്യലിസ്റ്റ് ആൻഡ് കരിയർ കോച്ചാണ്. UAE-ലും കേരളത്തിലുമായിട്ട് ഞാൻ ട്രെയിനിങ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. കരിയർ ഗ്രോത്ത്, ജോബ് സെർച്ച് സ്ട്രാറ്റജീസ്, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, റിമോട്ട് ജോബ്, സ്കിൽ ഡെവലപ്മെന്റ് അങ്ങനെ തുടങ്ങി ഒരു ബഞ്ച് ഓഫ് ക്വാളിറ്റി കോണ്ടന്റ്സ് ഈ ചാനലിൽ നിങ്ങൾക്കായി ഒരുക്കുന്നു. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കരിയർ ഫിൽറ്റർ. ആദ്യം നമുക്ക് ഈ ഡേറ്റ അനാലിസിസും ഡേറ്റ സയൻസും തമ്മിലുള്ള കീ ഡിഫറൻസ് പെട്ടെന്നൊന്ന് നോക്കാം. കാരണം ആരെങ്കിലും ഈ ഫീൽഡിലുള്ള സ്കിൽസ് പഠിക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ അവർക്കുള്ളൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത് മെസ്സി ഡാറ്റാസ് എല്ലാം ക്ലീനപ്പ് ചെയ്ത് പഴയ പാറ്റേൺസ് അനലൈസ് ചെയ്ത് ചാർട്ടോ ഡാഷ്ബോർഡ്സോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാണ്. സോ ദേ ഫോക്കസ് ഓൺ പാസ്റ്റ് ആൻഡ് പ്രസന്റ്. എന്തുകൊണ്ട് സെയിൽസ് ഡ്രോപ്പ് വന്നു, എന്തായിരുന്നു പ്രോബ്ലം എന്ന് കണ്ടുപിടിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു രീതി. ഡേറ്റ സയൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കോംപ്ലെക്സ് ആയ മാത്ത് ആൻഡ് കോഡിംഗ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്സ് ഒക്കെ ഉപയോഗിച്ച് മോഡൽസ് ബിൽഡ് ചെയ്യുന്നു. സോ ഫോക്കസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ആൻഡ് പ്രഡിക്ഷൻസ് ആണ്. നിങ്ങൾ ഡേറ്റ അനലിസ്റ്റ് ആയിട്ട് ജോബ് സെർച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ ശ്രദ്ധിക്കുക, എംപ്ലോയേഴ്സ് നോക്കുന്നത് T ഷേപ്ഡ് പ്രൊഫഷണൽസിനെയാണ്. അതായത് ഡേറ്റ അനാലിസിസിൽ ഡീപ്പ് എക്സ്പെർട്ടൈസും ഡേറ്റ സയൻസിൽ ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ്ങും ഉള്ള കാൻഡിഡേറ്റ്സിനെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് പൊതുവെ ഫ്രഷേഴ്സിന് കുറവാണോ? അബ്സല്യൂട്ട്ലി നോ. പക്ഷേ ചില ബാരിയേഴ്സ് ഒന്ന് ക്ലിയർ ചെയ്താൽ നമുക്ക് ആ ഒരു കരിയർ എൻട്രി എളുപ്പമാവും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, അധിക പേരും ചെയ്യുന്നത് ജസ്റ്റ് ലേണിംഗ് ദ ടൂൾസ് ഇൻസ്റ്റെഡ് ഓഫ് പ്രോബ്ലം സോൾവിങ്. നിങ്ങൾ ഒരിക്കലും ഡേറ്റ അനാലിസിസിനെ ഒരു സോഫ്റ്റ്വെയർ ക്ലാസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുക. അതായത് എക്സൽ അല്ലെങ്കിൽ പവർ BI ബട്ടൺസ് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് മാത്രം പഠിക്കാതെ എന്തിനത് യൂസ് ചെയ്യുന്നു എന്ന് വ്യക്തമായിട്ട് പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, അത് നിങ്ങളുടെ പ്രൊഫൈലിൽ റിഫ്ലക്റ്റ് ചെയ്യുകയും വേണം. അതായത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മളൊരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ചാർട്ട് വെച്ച് ബിസിനസ് എന്ത് ആക്ഷൻ എടുക്കണം എന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സ്കിൽ നമുക്കുണ്ടാവണം. രണ്ടാമത്തെ കാര്യം, നെവർ ഗോ ഇൻ ടു ഡീപ്പ് ലേണിംഗ് ട്രാപ്പ്. നമ്മൾ ഫ്രഷേഴ്സ് ആയിരിക്കുമ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കിൽസിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു ടേബിൾസ് ജോയിൻ ചെയ്യാനുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ അഡ്വാൻസ്ഡ് AI, ന്യൂറൽ നെറ്റ്വർക്ക്സ് ഒക്കെ മാസ്റ്റർ ചെയ്യാൻ പോവരുത്. കമ്പനീസ് ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുമ്പോൾ ഹൈബ്രിഡ് റോൾസിലേക്കാണ് എടുക്കുന്നത് കൂടുതലും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള SQL, അഡ്വാൻസ്ഡ് എക്സൽ, അതുപോലെ പവർ BI, ഇതൊക്കെ ആദ്യം നമ്മൾ മാസ്റ്റർ ചെയ്യാം. ജോബ് മാർക്കറ്റിൽ നിങ്ങൾക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് പുവർ ഡേറ്റ സ്റ്റോറി ടെല്ലിംഗ്. എപ്പോഴും ഓർത്തിരിക്കുക, ഡേറ്റ അനാലിസിസ് ഇസ് 50% ടെക്നിക്കൽ ആൻഡ് 50% കമ്മ്യൂണിക്കേഷൻ. ഒരു ഡ്രൈ ഡേറ്റ പ്രസന്റ് ചെയ്യുന്നതിന് പകരം ആഫ്റ്റർ എവറി ഫൈൻഡിങ് വാട്ട് ഇസ് ദ സൊല്യൂഷൻ ഓർ വാട്ട് ടു ഡു നെക്സ്റ്റ് എന്നുകൂടി പ്രസന്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ആൻഡ് ഓൾ ഓഫ് ദീസ് എബിലിറ്റീസ് വിൽ റിഫ്ലക്ട് ഓൺ യുവർ പോർട്ട്ഫോളിയോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ടൂൾസ് ആൻഡ് സ്കിൽസ് ഒക്കെ നിരത്തി വെച്ച ഒരു CV കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് പ്രൂഫ് ഓഫ് കോമ്പീറ്റൻസ് ആണ്. പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രോജക്റ്റ് ഷോക്കേസ് ചെയ്യുമ്പോൾ ഓരോന്നിലും പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്, ഡേറ്റ ക്ലീനിങ്, അനാലിസിസ് ആൻഡ് വിഷ്വലൈസേഷൻ, ഇൻസൈറ്റ്സ്, റെക്കമെൻഡേഷൻ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. ഇനി പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടി നിങ്ങൾ പെയ്ഡ് വെബ്സൈറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല, മറ്റ് പല ഓപ്ഷൻസ് നമുക്ക് പരിഗണിക്കാം. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അത് ആഡ് ചെയ്തേക്കാം. ഓക്കെ, സോ ഇതിനായിട്ട് നിങ്ങൾക്ക് കേരള സ്പെസിഫിക് ഡേറ്റ സെറ്റ്സ് വെച്ച് പ്രാക്ടീസ് ചെയ്യാം. ലോക്കൽ ഡേറ്റാസ്, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പ്രൈസ്, ഇ-കൊമേഴ്സ് ട്രെൻഡ്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് മാത്രം ഫോക്കസ് ചെയ്യാതെ സസ്റ്റൈനബിലിറ്റി അനലിറ്റിക്സ്, ലീഗൽ ഡേറ്റ അനലിറ്റിക്സ്, കേരള അഗ്രികൾച്ചർ ടെക് അനലിറ്റിക്സ്, സ്പോർട്സ് അനലിറ്റിക്സ്, ഡേറ്റ ക്വാളിറ്റി അനലിറ്റിക്സ്, അങ്ങനെ പൊട്ടൻഷ്യൽ നീഷസ് കണ്ടെത്തി അതും കൂടെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി, ഫ്രഷേഴ്സിന് എക്സ്പീരിയൻസ് ആഡ് ചെയ്യാനുള്ള വഴികളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അത് എന്തായാലും നിങ്ങൾ കാണണം. പിന്നെ ഒരു വീഡിയോ വാക്ക് ത്രൂ കൂടെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ പ്രോജക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു 2 minutes ലൂം വീഡിയോ, അത് നിങ്ങളുടെ ഡേറ്റ സ്റ്റോറി ടെല്ലിംഗ് സ്കിൽസ് കാണിക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. How to find data analyst jobs. ബീയിങ് എ കരിയർ കോച്ച്, ഞാൻ പറയട്ടെ, ഏത് ഏരിയയിലായാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ ട്രഡീഷണൽ അപ്ലൈ ആൻഡ് വെയിറ്റ് മെത്തേഡ് ഔട്ട്ഡേറ്റഡ് ആയിരിക്കുകയാണ്. ബിക്കോസ് മെനി ജോബ് പോസ്റ്റിംഗ്സ് ആർ ഫേക്ക്.
അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഫിൽഡ് ബൈ റെഫറൽസ്. നമുക്ക് വളരെയധികം സ്ട്രോങ് ആൻഡ് ആക്റ്റീവ് ആയ ഒരു നെറ്റ്വർക്കിംഗ്, അതുപോലെ പ്ലാറ്റ്ഫോം ഒപ്റ്റിമൈസേഷൻ ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് സ്കിൽ ബേസ്ഡ് CV, ഈ 3 കാര്യങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അത്ര അധികം ഡെവലപ്ഡ് ആവാത്തൊരു കൾച്ചറാണ് ഇത്, എസ്പെഷ്യലി നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും ലിങ്ക്ഡിനിൽ കണക്ഷൻ റിക്വസ്റ്റ് അയക്കുന്നു, ഒരു മെസ്സേജ് അയക്കുന്നു, ആദ്യത്തെ മെസ്സേജ് തന്നെ ജോബ് വേക്കൻസീസ് ഉണ്ടെങ്കിൽ പറയണേ എന്നായിരിക്കും, പിന്നെ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. ദിസ് ഇസ് നോട്ട് ദ വേ. നമ്മൾ ലിങ്ക്ഡിനിൽ ഒരു കണക്ഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും പോസ്റ്റ് ചെയ്യുന്നതിനും ഒക്കെ ഒരു കൾച്ചറുണ്ട്. അതുകൂടി പറ്റുമെങ്കിൽ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഗ്രൂപ്പ്സ് ജോയിൻ ചെയ്യാം. അതുപോലെ ഡാറ്റ വിഷ്വലൈസേഷൻ വീക്ക്ലി നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യാം. ജസ്റ്റ് നോർമലൈസ് യൂസിങ് ലിങ്ക്ഡിൻ ആസ് യു യൂസ് ഇൻസ്റ്റഗ്രാം ഓർ ഫേസ്ബുക്ക്. സോ ഇത്രയൊക്കെ ഫൗണ്ടേഷൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവേഴ്സ് ജോബ് സെർച്ച് സ്റ്റാർട്ട് ചെയ്യാം. റിവേഴ്സ് ജോബ് സെർച്ച് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് മെത്തഡ് ഓഫ് ജോബ് സെർച്ച് ആണ്. നിങ്ങളൊരു ഹണ്ടർ ആവുന്നതിന് പകരം റിക്രൂട്ടേഴ്സിനെ അട്രാക്ട് ചെയ്യും വിധം ജോബ് മാർക്കറ്റിൽ വിസിബിൾ ആയിരിക്കുക. അതായത് നിങ്ങളൊരു ഡേറ്റ അനലിസ്റ്റ് ഇവിടെ ഉണ്ടെന്ന് റിക്രൂട്ടേഴ്സ് അറിയണം. അല്ലാതെ എപ്പോഴും ചെയ്യുന്നത് പോലെ ഓൺലൈനായി ജോബ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ സംടൈംസ് ഫ്രഷേഴ്സിന്റെ CV ഗെറ്റ് സ്റ്റക്ക് ഇൻ ATS. അല്ലെങ്കിൽ 60% ജോബ്സ് എങ്കിലും റെഫറൽസ് വഴിയാണ് ഫിൽ ആവുന്നത് എന്നുള്ളൊരു യൂണിവേഴ്സൽ ട്രൂത്ത് നിങ്ങൾ മറക്കരുത്. സോ ട്രൈ ഹാർഡ് ടു മേക്ക് കണക്ഷൻസ്, ഡു പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ്, മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. സോ റിവേഴ്സ് ജോബ് സെർച്ചിനെ കുറിച്ചോ നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചോ അതല്ലെങ്കിൽ സ്കിൽ ബേസ്ഡ് CV കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെന്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് മീ പേഴ്സണലി ഓൺ ലിങ്ക്ഡിൻ ഓർ ഇൻസ്റ്റഗ്രാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഓരോ പോയിന്റും സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പോയിന്റും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് പ്ലേസ്ഡ്. കുറച്ചുകൂടി സ്മാർട്ടായിട്ട് മൂവ് ചെയ്താൽ മാത്രം മതി. പ്രോ ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും വലിയ ട്രിക്ക്. യു വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് എ ജോബ് സൂൺ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.